നമസ്കാരം. അങ്ങനെ ഡൽഹി യാത്രയും കഴിഞ്ഞു. ഇന്നത്തെ ഈ ദിവസം ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ദിവസമായി മാറുമെന്ന് ജന്തർ മന്ദറിലെ ആ പരിപാടിയിലും പിണറായി വിജയൻ മൊഴിഞ്ഞു തിരിഞ്ഞപ്പോൾ ഗൺമാൻ പതിയെ ചെവി ചോദിച്ചു, സാർ ദണ്ഡ എടുക്കട്ടെ, ചാർജ് ചെയ്യട്ടെ എന്ന്. അപ്പോഴാണ് പാവം പിണറായി സ്റ്റാലിൻ്റെ തണലിന് പിന്നിൽ കണ്ടത് പാർലമെൻറ്റിൽ നിന്നും കൂട്ടമായി ഇറങ്ങി വന്ന കുറേ DMK MP-മാരെ. മൊത്തം കറുപ്പുമയം. ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ഗുമ്മമ്മയുടെ ആടി മൊത്തം MP-മാർക്ക് ഉറപ്പായും കിട്ടിയേനെ. പാവം പിണറായി കറുപ്പിനെ പേടിച്ച് ഡൽഹിയിലെത്തിയപ്പോഴാണ് ജന്തർ മന്ദറിൽ കറുപ്പ് കൊണ്ട് ആറാട്ട്. ഇവന്മാരെ DMK-ക്കാരെ മനഃപൂർവ്വം പിണറായിക്കിട്ട് പണിതാകാനേ വഴിയുള്ളൂ. പാവം പിണറായി വിജയൻ. നാട്ടിലും കറുപ്പ് പഥ്യം, അവിടെയും പഥ്യം. എന്തെങ്കിലും മിണ്ടറിയാൽ പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ തമിഴന്മാർ അങ്ങോട്ട് കയറ്റില്ല. ഓട്ടിച്ചിട്ട് കലറിയും തീർച്ച. അതുകൊണ്ട് ഗൺമാനെ അടക്കിയിരുത്തി പിണറായി അടങ്ങി അവിടെ ഇരുന്നു. കേന്ദ്രത്തിനെതിരെ കുറേ മുദ്രാവാക്യം വിളിച്ചു. കർണാടകത്തിലെ കോൺഗ്രസ്സുകാരൻ DK ശിവകുമാറിൻ്റെ അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങി. ഇവിടെ VD സതീശനും പാവം ചെന്നിത്തലയും തലയിൽ കവിച്ച് പറഞ്ഞതാ, ഞങ്ങളോ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തില്ല, നിങ്ങളോ പോകല്ലേ എന്ന്. കേട്ടില്ല. ഇനി അതും പറഞ്ഞ് പാവം സതീശ രമേശന്മാർക്ക് ഇവിടെ കിടക്ക് പൊറുതി കൊടുക്കില്ല. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളിൽ ശിക്ഷയായി മാറുകയാണ്. ഇത് ലോകത്തൊരിടത്തും കാണാത്ത പ്രതിഭാസമാണ്. വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുക വൈകിപ്പിക്കുകയാണ്. പിണറായി ഇത്രയും വല്ലാച്ചാതിയും പറഞ്ഞു തീർത്തത് എങ്ങനെയെന്ന് അങ്ങർക്ക് മാത്രം അറിയാം. കാരണം നെഞ്ച് മൊത്തം ടെൻഷനാണ്. ഒരു മുട്ട വെച്ചാൽ പൊട്ടും. ഇവിടെ ക്ലിഫ് ഹൗസിൽ ഏത് നിമിഷവും കലിപ്പ് കിടക്കും. തലസ്ഥാനത്ത് വന്നിറങ്ങിയ ആ സീരിയസ് ഫ്രോഡ് അന്വേഷണ സംഘമാണെങ്കിലോ ഫ്രോഡുകളെ ഓരോരുത്തരായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും വീട്ടിൽ നിന്ന് വിളി വരാം. എപ്പോൾ വേണമെങ്കിലും അവന്മാർ AK സെൻറ്ററിലും കയറാം. പണ്ടത്തെ പോലെ അണികൾ ഇറക്കി മുദ്രാവാക്യം വിളിപ്പിച്ച് പേടിപ്പിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല. കൊടിയേരിയുടെ വീട്ടിൽ ED ചെയ്തതുപോലെ അവർ തോക്കുധാരികൾ ഇറക്കി വിരട്ടിക്കളയും. ആ ഗവർണറുടെ സുരക്ഷ കണ്ട് തന്നെ നെഞ്ച് കിടുങ്ങിയിരിക്കുകയാണ്. അത് കാണുമ്പോഴേ ഇവിടുത്തെ പോലീസിനൊന്നും ഒരു ഗുമ്മില്ലെന്നേ. എങ്ങനെയെങ്കിലും അവന്മാർ തിരികെ ഡൽഹി പോയാൽ ധൈര്യമായി നാട്ടിലേക്ക് വരാമെന്ന വിചാരത്തിലാണ് പാവം പിണറായി. അപ്പോഴാണ് ആരോ അടുത്തിട്ട് ചോദിച്ചത്, ഭാരത് അരിക്ക് ബദലായി നമുക്ക് K അരി അങ്ങ് ഇറക്കിയാലോ എന്ന്. അപ്പോഴാണ് ഭക്ഷ്യമന്ത്രി ചെവിയിൽ പറഞ്ഞു കൊടുത്തത്, നമ്മളും പണ്ട് പ്രഖ്യാപിച്ചതാണ് K റൈസ് എന്ന്, പിന്നെ അത് വെളിച്ചം കണ്ടിട്ടില്ല, അതുകൊണ്ടിനി മിണ്ടണ്ടെന്ന്. അതോടെ ഡൽഹിയിൽ നിന്നും ഓരോ പ്രതിനിധിക്കും 10 കിലോ വീതം ഭാരത് അരിയും വാങ്ങിക്കൊണ്ടുവരാൻ തീരുമാനമായി. ഡൽഹിയിൽ കിടന്ന പലതും വിളിച്ചു കൂവിയില്ലേ, അതിനൊക്കെ കിട്ടിക്കോളും. പ്രധാനമന്ത്രിയുടെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിയുമ്പോൾ അദ്ദേഹം കാര്യമായിട്ട് കൊടുത്തോളും. അതിനി കേരളത്തിലിരുന്ന് വ്യക്തമായി വിശദമായി മറുപടി പറയാം. ആവശ്യം പോലെ സമയമുണ്ടല്ലോ. ഓക്കെ, ബൈ.